വഞ്ചിക്കപ്പെട്ട നീ വഞ്ചിച്ചയാളെ ഓർത്ത് വിഷമിക്കുകയും അയാൾ സന്തോഷത്തോടെ കഴിയുന്നത് കണ്ട് നീ സങ്കടപ്പെടുകയും ഒരിക്കൽ കൂടി അയാളെ ചേർത്ത് നിർത്തണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ അയാളുടെ അസാന്നിധ്യത്തിൽ നീ നിന്നെ തന്നെ വഞ്ചിച്ചുകൊണ്ട് അയാളെ കൂടുതലായി സന്തോഷിപ്പിക്കുകയാണ് നീ ചെയ്യുന്നത്. സ്നേഹവഞ്ചനയിൽ പ്രതികാരത്തിന്റെ ആവശ്യമില്ല. ആ സ്നേഹത്തിന്റെ നഷ്ടം തന്നെയാണ് ഏറ്റവും വലിയ പ്രതികാരം. എന്നാൽ ആ നഷ്ടം അനുഭവിക്കേണ്ടത് സത്യസന്ധതയോടെ കൂടെ നിന്നിട്ടും വഞ്ചിക്കപ്പെട്ട നീയല്ല. നിന്നെ വഞ്ചനയുടെ കയ്പ് നീര് കുടിപ്പിച്ച ആള് തന്നെയാണ് അനുഭവിക്കേണ്ടത്. അതിനായി നിന്നെ സന്തോഷിപ്പിക്കുന്ന കർമ്മങ്ങൾ ചെയ്യുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. നിന്റെ സന്തോഷമാണ് നിന്നെ വഞ്ചിച്ചവരുടെ ഏറ്റവും വലിയ സങ്കടം. അതിനാൽ അവർ നിർത്തിയിടത്ത് നിന്ന് ചലിക്കാതെ അവരിലേക്ക് ശ്രദ്ധ പതിപ്പിച്ച് നിൽക്കുന്നത് നിർത്തുക. എവിടെയാണോ അവർ നിർത്തിയത് അവിടെ നിന്ന് നീ തുടങ്ങുക. അന്നു മുതൽ ഒരുപാട് സത്യങ്ങൾ നീ തിരിച്ചറിഞ്ഞു തുടങ്ങും. അതിലേറ്റവും ആദ്യം നീ മനസ്സിലാക്കുന്നത് അതുവരെയും വഞ്ചിച്ച ആളിലേക്ക് ശ്രദ്ധ പതിപ്പിച്ച് നഷ്ടപ്പെടുത്തിയ സമയത്തിനെ ആയിരിക്കും. അതിനുശേഷം മുതൽ നീ തിരിച്ചറിയുന്ന യാഥാർത്ഥ്യങ്ങളിൽ ഒന്നാണ് വിശ്വാസവഞ്ചന നടത്തിയ ആൾ നിനക്ക് മുമ്പിൽ കാണിച്ച സന്തോഷങ്ങളൊക്കെയും വെറും നാട്യം മാത്രമായിരുന്നു എന്നത്. കാരണം ആത്മാർത്ഥമായ സ്നേഹത്തിനെ വഞ്ചിച്ചുകൊണ്ട് ആകർഷകമായ മറ്റു വസ്തുതകളിൽ പെട്ടുപോകുന്ന ആരും തന്നെ യഥാർത്ഥ സ്നേഹത്തിന്റെ സന്തോഷവും സുഖവും അനുഭവിക്കില്ല. അതിനാൽ വഞ്ചിച്ചവരെ സന്തോഷിപ്പിക്കുന്ന നിന്റെ സങ്കടങ്ങളെ അവസാനിപ്പിച്ച് അവരെ സങ്കടപ്പെടുത്തുന്ന നിന്റെ സന്തോഷങ്ങളെ ചേർത്ത് നിർത്തുക. നിന്നെ നഷ്ടപ്പെടുത്തിയതിന്റെ വേദന എന്തെന്ന് ഉറപ്പായും അവർക്ക് അനുഭവമാകുക തന്നെ ചെയ്യും.